നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. MLS ഒരു മത്സരത്തിൽ സ്പോർട്ടിംഗ് കാൻസാസ് സിറ്റിക്കെതിരെ ഒരു ഗോളും ഒരു അസിസ്റ്റും ചെയ്തതിനാണോ ഇത്ര വലിയ ഹൈപ്പ്? മെസ്സിയുടെ വീഡിയോകൾ ചെയ്യുമ്പോൾ പലരുടെയും ചോദ്യം അതാണ്. കാരണം മെസ്സി ഇതിനേക്കാൾ വമ്പൻ ടീമുകൾക്കെതിരെ ഇതിനേക്കാൾ വിസ്മയിപ്പിച്ച പ്രകടനങ്ങൾ നടത്തിയ ആളല്ലേ. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരു ടീമിനെതിരെ കളിക്കുക എന്നുള്ളതൊക്കെ ചെറിയ കാര്യമല്ലേ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. സംഗതി ശരിയാണ്. മെസ്സി നമ്മെ വിസ്മയിപ്പിക്കുന്ന അനവധി പ്രകടനങ്ങൾ യൂറോപ്പിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. ലോക ഫുട്ബോളിൻ്റെ വലിയ വേദിയായിട്ടുള്ള വേൾഡ് കപ്പിലും അദ്ദേഹം ഇത് തന്നെ തുടർന്നിട്ടുണ്ട്. 2 തവണ വേൾഡ് കപ്പിലെ മികച്ച താരമായിട്ടുള്ള ആളാണ് ലിയോ മെസ്സി എന്ന കാര്യം ഓർക്കുക. അങ്ങനെയുള്ള ഒരാൾ ഈ MLS പോലുള്ളൊരു ടൂർണമെൻറ്റിൽ ഒരു ടീമിനെതിരെ ഇങ്ങനെ കളിച്ചതിനെ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് പൊലിപ്പിക്കേണ്ടതുണ്ടോ? ഉണ്ട്. അതിനൊരു കാരണമുണ്ട്. ലിയോ മെസ്സിയുടെ ഇന്നത്തെ പ്രകടനം വലിയ രൂപത്തിൽ ചർച്ചയാവുന്നത് എന്തുകൊണ്ടാണ്? അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഒക്കെ ആഘോഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തെക്കുറിച്ച് അവർ വലിയ രൂപത്തിലുള്ള വിശകലനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? ഒറ്റ കാരണമേ ഉള്ളൂ. മെസ്സിയെ ഇനിയും കളിക്കളത്തിൽ അവർക്ക് കാണണം എന്ന് മാത്രമല്ല, അർജന്റീൻ ദേശീയ ടീമിൻ്റെ ജേഴ്സിയിൽ അദ്ദേഹം കളി തുടരണം. അത് കോപ്പ അമേരിക്ക വരെയല്ല, അടുത്ത വേൾഡ് കപ്പ് വരെ തുടരണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് ലയണൽ മെസ്സി കളിക്കളത്തിൽ നല്ല രൂപത്തിൽ കളിച്ച് മുന്നോട്ട് പോയേ പറ്റൂ. അദ്ദേഹത്തിന് മാനസികമായി എൻജോയ് ചെയ്യാൻ കഴിഞ്ഞേ പറ്റൂ. പരിക്കിൻ്റെ പിടിയിൽ നിന്ന് അദ്ദേഹം പൂർണ്ണമായിട്ടും മോചിതനായേ പറ്റൂ. അതുകൊണ്ടാണ് മോണ്ടറിക്കെതിരെയുള്ള കഴിഞ്ഞ കളിക്ക് ശേഷം വീണ്ടും MLS ഒരു കളിക്ക് വരുമ്പോൾ, അത് കോൺകാഫ് ചാമ്പ്യൻസ് കപ്പ, MLS ഒരു കളിക്ക് വരുമ്പോൾ മെസ്സി 90 മിനിറ്റും കളിച്ചു എന്നുള്ളത് TYC സ്പോർട്സ് എടുത്തു പറയുന്നത്. അതായത് മെസ്സിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നു എന്നതിൻ്റെ സന്തോഷം. അദ്ദേഹം ഫോമിൽ തന്നെയാണ്. ഇന്ന് കൊടുത്ത ആ കിടിലൻ അസിസ്റ്റ്, അതുപോലെ തകർപ്പൻ ഗോള്. അല്ലെങ്കിലും എപ്പോഴാണ് മെസ്സി ഫോം ഔട്ടായത്? അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നല്ലേ ഉള്ളൂ. നോക്കാം, 2024 മാത്രം കണക്ക് 8 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 4 അസിസ്റ്റുമാണ് അദ്ദേഹത്തിൻ്റെ വക. 11 ഗോൾ കോൺട്രിബ്യൂഷൻസ് വന്നു കഴിഞ്ഞു എന്നർത്ഥം. എല്ലാ മത്സരങ്ങളിലുമായിട്ടുള്ള എല്ലാ കോമ്പറ്റീഷനിലുമായിട്ടുള്ള കണക്കാണ് നമ്മൾ പറയുന്നത്. നോക്കുക, MLS ടീം ഓഫ് ദി വീക്കിൽ ഫസ്റ്റ് റൗണ്ടിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, 2ാം റൗണ്ടിൽ ഉണ്ടായിരുന്നു, 3ാം റൗണ്ടിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും 8th റൗണ്ടിൽ അദ്ദേഹം മികച്ച പ്രകടനവുമായിട്ട് വരുന്നു. കൻസാസ് സിറ്റിക്കെതിരെ ഗോളും അസിസ്റ്റും നേടുമ്പോൾ പ്രധാനപ്പെട്ട റേറ്റിംഗ് ഏജൻസി ഫുട്മോബ് കൊടുക്കുന്ന റേറ്റിംഗ് 8.9 ആണ്. എന്നാൽ മോണ്ടറിക്കെതിരെ കഴിഞ്ഞ കളി തോറ്റപ്പോഴോ അസിസ്റ്റ് ഉണ്ടായിരുന്നു, റേറ്റിംഗ് 7.6 ആണ്. അതുപോലെ കൊളറാഡോക്കെതിരെ കളിച്ചപ്പോഴോ റേറ്റിംഗ് 8.3 ആണ്, ഗോൾ ഉണ്ടായിരുന്നു. നാഷ്വില്ലെക്കെതിരെ ഗോളും അസിസ്റ്റും റേറ്റിംഗ് 8.6 ആയിരുന്നു. നാഷ്വില്ലെക്കെതിരെ മറ്റൊരു മത്സരം ഗോൾ അടിച്ചു, റേറ്റിംഗ് 8.4. ഒർലാൻഡോ സിറ്റിക്കെതിരെ ഇരട്ട ഗോളുകൾ, റേറ്റിംഗ് 9.2. ലോസ് ഏഞ്ചലസ് ഗാലക്സിക്കെതിരെ റേറ്റിംഗ് 8. റിയൽ സാൾട്ട് ലേക്കിനെതിരെ അതായത് ലോസ് ഏഞ്ചലസ് ഗാലക്സിക്കെതിരെ ഗോൾ ഉണ്ടായിരുന്നു. ഒർലാൻഡോക്കെതിരെ ഇരട്ട ഗോളുകളായിരുന്നെങ്കിൽ തൊട്ടടുത്ത കളിയിൽ അതിന് മുമ്പത്തെ കളിയിൽ ലോസ് ഏഞ്ചലസിനെതിരെ ഗോൾ ഉണ്ടായിരുന്നു. 8 ആയിരുന്നു റേറ്റിംഗ്. ഈ സീസണിൽ അവരുടെ ആദ്യ കളി വന്നത് റയൽ സാൾട്ട് ലേക്കിനെതിരെയാണ്. അന്ന് അസിസ്റ്റ് 8.5. അപ്പോൾ എവിടെയാണ് മെസ്സിക്ക് ഫോം നഷ്ടമായത്? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതിനാണ് ഈ കണക്ക് പറഞ്ഞത്. പിന്നെ പ്രശ്നമുണ്ടായിരുന്നത് പരിക്കിൻ്റെ പ്രശ്നങ്ങളാണ്. അത് വല്ലാതെ വലച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മുക്തനാവുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ ഇന്നത്തെ കളിയും അദ്ദേഹം മുഴുവൻ സമയവും കളിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ആ കളിയിൽ മെസ്സി ഗോളും അസിസ്റ്റും നടത്തുമ്പോൾ അത് വലിയ രൂപത്തിൽ അർജന്റീന ആരാധകർ ആഘോഷിക്കുന്നത്, അത് വാർത്തയാവും. ഇന്നത്തെ അസിസ്റ്റൊക്കെ എന്തായാലും ടോപ്പ് ക്ലാസ് അസിസ്റ്റ് തന്നെയാണ്. മെസ്സിയിൽ നിന്ന് അത് വരുമ്പോൾ നമ്മൾ ഏറെ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം മെസ്സി അത് ചെയ്യാറുള്ളതാണ്. മെസ്സിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുമാണ്. അപ്പോൾ ഇത് ചർച്ചയാവുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. മെസ്സി വീണ്ടും ഫിറ്റായിക്കൊണ്ട് ആസ്വദിച്ച് കളിക്കളത്തിൽ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട്. വരുന്ന കോപ്പ അമേരിക്കയിൽ എന്തായാലും അദ്ദേഹം കളിക്കും. ഈ പരിക്കിന്റെ പിടി ഇങ്ങനെ വിടാതെ തുടർന്നുകൊണ്ടിരുന്നാൽ കോപ്പ അമേരിക്കയോടുകൂടി അദ്ദേഹം ആംഗേൽ ഡി മരിയക്കൊപ്പം പടിയിറങ്ങുമോ എന്ന് പോലും ആശങ്കയുണ്ടായിരുന്നു. അതല്ല, അദ്ദേഹം ഓക്കെ ആയിട്ട് ഇതുപോലെ കളിച്ച് മുന്നേറുകയാണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. ഒരു പക്ഷേ അടുത്ത വേൾഡ് കപ്പ് പോലും ലിയോ മെസ്സി കളിച്ചേക്കും. 2026 വേൾഡ് കപ്പ് ആവട്ടെ, അവിടെ USA തന്നെയാണ്. അദ്ദേഹം അവിടെ നല്ല രൂപത്തിൽ അഡാപ്റ്റഡ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ മണ്ണിൽ വീണ്ടും ഒരു വേൾഡ് കപ്പ് വരുമ്പോൾ ലിയോ മെസ്സി അവിടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷ
ഇത്തരം പ്രകടനങ്ങളിലൂടെ ജ്വലിക്കുകയാണ്. അതാണ് ഈ കളിയുടെ ഈ പ്രകടനത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടാണ് അത് ചർച്ചയാവുന്നത്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം.